അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് അമൻ. ഡിവൈൻ സ്റ്റുഡൻസ് അക്കാഡമിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഏതാനും ചില ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്താണ് ഡിവൈൻ എന്ന ചോദ്യം എന്നോട് പലരും ചോദിച്ചിട്ടുള്ളതാണ്. പക്ഷേ വെറും ഒരു വാക്കിൽ ഡിവൈനെ വിവരിക്കുക എന്നത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഡിവൈൻ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഏകദേശം ഡിവൈനിൽ വന്നിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് ആദ്യത്തെ ക്ലാസ്സിൽ എന്നോട് വന്ന് ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നു. അവിടെ സ്മാർട്ട് ടീമിലെ കുറച്ച് അംഗങ്ങൾ കൂടിയിരുന്നു, ഒരു സർക്കിളിരുന്നു. എന്നിട്ട് അവിടെ ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. ആ വിഷയം ഓരോരുത്തരും സംസാരിച്ചു കഴിഞ്ഞ് എൻ്റെ ഊഴമെത്തി. ഞാൻ ആദ്യമായിട്ട് ഡിവൈനിൽ വന്നിട്ട് ഒരു കാര്യം, എൻ്റെ അഭിപ്രായം ആ വിഷയത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. അന്ന് ഞാൻ അഭിപ്രായം പറയുമ്പോൾ അൻസർ സാറിന്റെ മുഖത്ത് നോക്കി മാത്രമായിരുന്നു പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആ ഒരു അഭിപ്രായത്തിനെ കുറിച്ച് എന്നോട് അൻസർ സാർ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസന്റേഷനിൽ എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്. അടുത്ത ക്ലാസ്സായി, 2ാമത്തെ ക്ലാസ്സിൽ വന്നു. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി സംസാരിക്കാൻ ശ്രമിച്ചു. 3ാമത്തെ ക്ലാസ് വന്നു, 4ാമത്തെ ക്ലാസ് വന്നു. ഓരോ ക്ലാസ്സിലും ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം എൻ്റെ കോളേജിൽ, എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സെമിനാർ പ്രസന്റേഷന് എല്ലാ വിദ്യാർത്ഥികളും പ്രസന്റ് ചെയ്യേണ്ടതുണ്ടായി. അങ്ങനെ എല്ലാവരും പ്രസന്റ് ചെയ്തു കഴിഞ്ഞു, ഞാനും പ്രസന്റ് ചെയ്തു. എന്നോട് എൻ്റെ ടീച്ചർ ആദ്യം വന്ന് പറഞ്ഞത്, ഈ പ്രസന്റ് ചെയ്തതിൽ ഏറ്റവും നന്നായി മുഖത്ത് നോക്കി പ്രസന്റ് ചെയ്ത വ്യക്തി മുഹമ്മദ് അമൻ എന്നതാണ്. അപ്പോൾ എന്നോട് ടീച്ചർ പിന്നെയും ചോദിച്ചു, ഇതിന് മുന്നേ എവിടെയെങ്കിലും പ്രസന്റ് ചെയ്തിട്ടുണ്ടോ പ്രസന്റേഷൻ? ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഡിവൈൻ എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. അവിടെ ഇത്തരത്തിൽ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും നല്ല അവസരങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുന്നു എന്നതാണ് ഡിവൈൻ എന്ന് ഞാൻ അവിടെ പറഞ്ഞു. അത് കഴിഞ്ഞു. നമുക്കറിയാം, ഇന്നത്തെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നത്, ഒരു കുട്ടി അദ്ദേഹത്തിന്റെ 7ഓളം തരത്തിലുള്ള ഇന്റലിജൻസ് ഒരു കുട്ടിയിൽ ഒളിച്ചിരിപ്പുണ്ട്. നമുക്കറിയാം, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആകെ കൊടുക്കുന്ന ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്നതാണ്. ഈ വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കഴിഞ്ഞാൽ ബാക്കി 7ഓളം ഇന്റലിജൻസിന്റെ കീഴിൽ ആയിരക്കണക്കിന് സ്കില്ലുകൾ ഒളിച്ചിരിപ്പുണ്ട്. ഈ സ്കില്ലുകളൊന്നും മറ്റു കുട്ടികൾക്കോ വ്യക്തിത്വങ്ങൾക്കോ കിട്ടുന്നില്ല എന്നതാണ് സത്യം. അവിടെയാണ് ഡിവൈൻ കറക്റ്റായിട്ട് വർക്കാവുന്നത്. ഓരോ കുട്ടികളുടെയും കഴിവ് എന്താണെന്ന് കൃത്യം മനസ്സിലാക്കി അവർക്ക് ഓരോരുത്തർക്കും അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനവും അവർക്ക് വേണ്ട രീതിയിലുള്ള ആവേശവും കൊടുത്ത് ഇവിടെ ഡിവൈൻ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടേതായിട്ടുള്ള സ്പേസ് ഒരുക്കി കൊടുക്കുന്നു എന്നതാണ്. നമുക്കറിയാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആയിരക്കണക്കിന് ഇന്റലിജൻസ് ആയിട്ടാണ് ജനിക്കുന്നത്, ആയിരക്കണക്കിന് സ്കിൽസ് ആയിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ അതൊന്നും വളർത്തിക്കൊണ്ട് വരാൻ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം സാധിച്ചിട്ടില്ല. ഇന്നത്തെ സ്കൂളുകളൊന്നും അതൊക്കെ വളർത്തിക്കൊണ്ട് വരാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. അവിടെയൊക്കെ ഡിവൈൻ ഏറ്റവും വലിയ മാതൃകയാണ്. അവിടെയൊക്കെ ഡിവൈൻ ഓരോ കുട്ടികൾക്കും അവന്റെ സ്വന്തം സ്കിൽ എന്താണ്, ഇന്റലിജൻസ് എന്താണ്, ഓരോ പ്രസന്റേഷനിലൂടെ ഓരോ ഡിബേറ്റുകളിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നതാണ്. അതുപോലെ നമുക്കറിയാം, സമൂഹം മോശപ്പെട്ടവൻ എന്ന് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ജനിക്കുമ്പോഴേ അവൻ മോശപ്പെട്ട് നിന്ന് വളർന്നു വന്നവനല്ല. അവൻ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് അവനെ മോശപ്പെട്ടവനാക്കിയത്. അവന്റെ വീട്ടിൽ അവന് കിട്ടുന്ന അപമാനങ്ങൾ, സ്കൂളിൽ അവന് കിട്ടുന്ന അപമാനങ്ങൾ, അവന്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ, ഇതൊക്കെയാണ് അവനെ മോശപ്പെട്ടവനായിട്ട് സമൂഹം വ്യാഖ്യാനിക്കുന്നത്. ഇവിടെയൊക്കെ ഡിവൈൻ അത്തരത്തിലുള്ള ആൾക്കാരെ നേരായ വഴിയിലൂടെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് ഡിവൈൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നത്. അതുപോലെ നമുക്കറിയാം, AI എന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ സമൂഹത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുന്നോട്ട് കൊണ്ടുവരുന്ന ആശയങ്ങൾ എത്രത്തോളം ഉപകാരപ്രദമാണ്, അതുപോലെ എത്രത്തോളം ഗുണകരം ഉണ്ട്, എത്രത്തോളം നമ്മുടെ ദോഷം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത്, അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ് കഴിഞ്ഞ ദിവസം ഡിബേറ്റിലുണ്ടായി. ഡിബേറ്റിൽ വ്യക്തമായി 2 ഭാഗത്തു നിന്ന് സംസാരിച്ചപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും അതിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാ ഭാഗങ്ങളെയും മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ ഡിബേറ്റിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് മാത്രമല്ല ഡിബേറ്റുകൾ നടന്നിട്ടുള്ളത്. ലിബറലിസത്തിനെ കുറിച്ച് ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്, രാഷ്ട്രീയത്തിനെ കുറിച്ച് ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. രാഷ്ട്രീയം എന്നത് ഷർട്ടും മുണ്ടും ഉടുത്ത് കൊടിയും പിടിച്ച് നടക്കുന്ന രാഷ്ട്രീയമല്ല. ഒരു
വിദ്യാർത്ഥി അവന്റെ സമൂഹത്തിലെ എന്തെങ്കിലും തെറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ അത് അവന്റെ രാഷ്ട്രീയമാണ്. അത്തരത്തിലുള്ള ആരോഗ്യപ്രദമായ രാഷ്ട്രീയമാണ് ഡിവൈനിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഡിവൈൻ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓരോരുത്തരുമാണ് ഡിവൈൻ. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഓരോ പാഠങ്ങളാണ് ഡിവൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.